അപ്പൊ ബ്ലോബേ നമ്മളിപ്പോ കുറച്ചായിട്ട് ഇപ്പൊ നമുക്ക് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ DMs ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താണ് വീഡിയോ ഇല്ലാത്തതൊന്നും. പിന്നെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ചോദിക്കണ്ടേ എന്താ ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കലില്ലേ. അപ്പൊ അതിന്റെ പിന്നിലൊക്കെ കുറെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റുഡിയോ ഫുള്ള് റെനോവേഷനിലായിരുന്നു, കുറെ ഫുൾ ഇതാക്കിയിരുന്നു. 1.5 മാസമായിട്ട് അതിന്റെ ഓരോ പണിയും. പിന്നെ എക്സാം വന്നു. അതെ, എക്സാം എന്ന് പറഞ്ഞൊരു KTU വെരി വെരി ഗുഡ് യൂണിവേഴ്സിറ്റി, അതിന്റെ ഓരോ ഇതായി. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് മിസ്സായ കുറെ സംഭവങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ കവർ ചെയ്യാന്. നമ്മളെ കുറെ കമന്റ്സിലും ഒക്കെ വന്നിട്ട് പുതിയ അപ്ഡേറ്റ്സ് ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് പല പല എയർ ഡ്രോപ്സ്, ഇപ്പൊ മിമിഫൈ വന്ന്, മേജർ വന്ന്, അങ്ങനെ പല സംഭവങ്ങളും നടന്നു അതിന്റെ ഇടയിൽ. അതിന്റെ ഇടയ്ക്ക് ഒരു ബുൾ റൺ വന്നു. അതെ, ബുൾ റൺ വന്നു. BTC ഇപ്പൊ നമ്മള് 100K കഴിഞ്ഞു. നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന ടൈമിൽ 100K കഴിഞ്ഞു. പക്ഷെ നമ്മള് ബുൾറണിന്റെ തുടക്കത്തില് മുതൽ ഏകദേശം നമ്മള് വീഡിയോ ഇട്ടിട്ടില്ല. 70K മുതൽ 100K വരുന്ന ഒരു ടൈമിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ട്രേഡ് എടുത്തു, അതെല്ലാം അങ്ങനെ ട്രേഡുകളെല്ലാം ചതിച്ചു, കുറെ അങ്ങനെയുള്ള കുറെ ഡിപ്രഷനും അതെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇടാനും പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ കുറെ എയർ ഡ്രോപ്സ് ഒക്കെ വന്നു അതിന്റെ ഇടയിൽ. പിന്നെ വേറെ കുറെ സംഭവങ്ങളുണ്ട്, പല പല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്സ് ഒന്നും ആൾക്കാർ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ നമ്മളെ ബ്ലം ഉണ്ടല്ലോ, ബ്ലമ്മിൽ എത്ര 15 മില്യൺ മന്ത്ലി യൂസേഴ്സ് ആയിട്ടും കുറഞ്ഞ് ഇവരിത് ലാഗ് അടിപ്പിക്കുക ഫുള്ള്. അല്ല, അത് ഒബ്വിയസ്ലി എന്തായാലും കുറയും. കാരണം നമ്മളിപ്പോ ആദ്യം കുറെ നല്ല ടോക്കൺസ് വന്നു, നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എല്ലാവരും ഉഡായിപ്പ് മോഡൽ ഒരു ഇതിലാ വന്നത്. എത്ര തരം സ്കാം ടോക്കൺസ് ഇറങ്ങി, പേർക്ക് ഒരു വിശ്വാസം ഇല്ല അതിന് വരുമല്ലോ. അതെ, ബ്ലം എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേ പോയിന്റിന്റെ ഗെയിമും കളിക്കണം, നല്ല ലാഗാണ്. അത് പറഞ്ഞ തന്നെ പോയിന്റിനൊന്നും ഇപ്പൊ വലിയ ഒരു സ്ഥാനം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ എല്ലാം കൊടുക്കുന്നത്. കളിക്കണം, ഐ മീൻ പോയിന്റ് ഉണ്ടാക്കണം, ബട്ട് പോയിന്റ് അല്ല ഒരു മെയിൻ ഫാക്ടർ. കാരണം ഇത്രയും പേര് കളിക്കുന്നതിനകത്ത് എല്ലാവരും പോയിന്റ് ഉണ്ടാക്കുമ്പോൾ പോയിന്റ് ഉണ്ടാക്കുന്നവരിലൊരു ഇത് വേണ്ട, ഡിസ്റ്റിങ്ഷൻ വേണ്ടേ. അപ്പോ ഈ ഹാംസ്റ്ററിന് ശേഷം സത്യം പറഞ്ഞാല് എയർ ഡ്രോപ്പ് ഭയങ്കര ക്രൗഡഡ് പോലെയാണ്. എല്ലാ ഇച്ചിമുള്ളി അധോലോകം പിള്ളേരും വന്നിട്ട് എയർ ഡ്രോപ്പ് ഫുള്ളി ഭയങ്കര ഡയലൂട്ടഡ്. എല്ലാ എയർ ഡ്രോപ്സും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഇവർക്ക്. ഇപ്പൊ മേജർ തന്നെ ആർക്കും കയറിയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. 2 മില്യൺ പോയിന്റ് ഉള്ളവന് 5 മില്യൺ പോയിന്റ് ഉള്ളവന് ഒരു ടോക്കണൊക്കെ വെച്ചിട്ടൊക്കെ കൊടുത്തു. അപ്പോ മേജർ ഭയങ്കര ഡയലൂട്ടഡ് ആയി. അതുപോലെ തന്നെ ഇപ്പൊ ബ്ലമ്മും ഡയലൂട്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലം പിന്നെ എപ്പോൾ ലിസ്റ്റ് ആവും, എങ്ങനെ ലിസ്റ്റ് ആവും എന്നുള്ള പറ്റിയിട്ട് ഒരു ഇതുമില്ല, ഭയങ്കര ഡിലേ ആണ്. ലെറ്റ്സ് ഹോപ്പ് എന്ന് പറയാന്നല്ല വേറെ ഒന്നും. ആകെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കൊക്കെ അത് വരുമായിരിക്കും. പക്ഷെ ഒരു റോഡ് മാപ്പിൽ പറഞ്ഞ മീം പാഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇറക്കുന്ന പറഞ്ഞത്. ഇപ്പൊ മീം പാഡ് എന്തായാലും ഇപ്പൊ വന്നു, അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു, ഇപ്പൊ വന്നിട്ടുള്ളൂ. എന്താണ് ഈ മീം പാഡ് പറഞ്ഞ ശരിക്കും സംഭവം എന്താ? അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മീം ക്രിയേറ്റേഴ്സ് ഇല്ലേ, അവർക്ക് വേണ്ടി ഇപ്പൊ ഒരു ട്രേഡിംഗ് സൈറ്റ് എന്നാണ് പറയാം. എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സൊളാനയിലൊക്കെ ആണെങ്കിലും പണ്ട് തൊട്ടുണ്ടായിരുന്ന ഡെക്സ് എന്ന് പറഞ്ഞ സംഭവം, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു. അവിടെ എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് സൊളാന കൊടുത്തിട്ടോ അല്ലെങ്കിൽ USDC അങ്ങനെ കറൻസി വെച്ച് നമുക്ക് ഒരു കറൻസി വേറൊരു കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. ഈ സ്വാപ്പ് അല്ല, ഇപ്പൊ നമ്മുടെ ജൂപ്പിറ്റർ എക്സ്ചേഞ്ച് ഒക്കെ വന്നപ്പോൾ നമുക്ക് സ്വാപ്പ് ആക്കി സ്വാപ്പ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു എക്സ്ചേഞ്ച് മോഡൽ തന്നെ, സാധാരണ ഇത് എക്സ്ചേഞ്ച് മോഡൽ തന്നെ ഒരു ഓർഡർ ബുക്ക് വെച്ച് നമുക്ക് കാണാം എത്രത്തോളം ഓർഡർ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ കാണാവുന്ന രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു പരിപാടി നമുക്ക് ഉണ്ടായിരുന്നു നേരത്തെ. ഒരു റേഡിയത്തിന്റെ ഒക്കെ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു ആ സമയത്ത്. സെറത്തിന്റെ ആണെങ്കിൽ സെറായിരുന്നു ആദ്യം. ട്വിറ്റർ എടുത്ത് നോക്കിയാൽ കാണാം, ചിൽഗൈ എന്നെല്ലാം പറഞ്ഞ പീനട്ട് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ റേഡിയത്തിലൊക്കെ വന്നിട്ടാണ് പിന്നെ ബൈനാൻസുകാരൊക്കെ എടുത്ത് ലിസ്റ്റാക്കി ഫുൾ കയറി പോയത്. അതെങ്ങനെയാണ് പണ്ട് അപ്പൊ അങ്ങനത്തെ ഒന്ന് ടോണിൽ കൊണ്ടുവരാൻ അവര് നോക്കണ്. അതെ, ആ ഒരു പരിപാടി, ആ സെയിം കോൺസെപ്റ്റ് ടോണിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അതിന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാൻസ്ഫർ, ഒരു എന്താ പറയണ്ട, ഒരു എക്സ്ചേഞ്ച് കൂടെ നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു സർട്ടൈൻ എമൗണ്ട് ഫീസ് എന്തായാലും അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമാണ്. നല്ലൊരു പ്രൊജക്ട് ആണ്, ഫ്യൂച്ചർ ഉള്ള പ്രൊജക്ട്. ടോണില് പറയുമ്പോൾ തലങ്ങും വിലങ്ങും മീം കോയിൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതെ, അതിപ്പോ ഒരു അവിടെ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാന്നൊരു നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ല സ്കീമാണ്. അതെ, ഇപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് ഇപ്പൊ വേറെ എക്സ്ചേഞ്ചുകളിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് അവിടെ എക്സ്ചേഞ്ചിലേക്ക് തന്നെ നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് വേറെ ടോക്കൺ ആക്കി എടുക്കാം, വാലറ്റിലേക്ക് തന്നെ അയക്കാം. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ട്. പക്ഷെ അവര് ടോക്കണിനെ പറ്റിയിട്ടൊന്നും ടോക്കൺ ഇറക്കും പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും, അതുപോലും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. ഇറക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇവരെല്ലാ ഡ്രോപ്പിനും മറ്റേ ഇതിന് കൊടുത്തിന്, മീംഫൈക്ക് കൊടുത്തിന്, ഡോഗ്സിന്, മീംഫൈ യൂസേഴ്സിന് എത്ര 1 മില്യൺ വെച്ചിട്ട് എല്ലാം ഡ്രോപ്പ് കൊടുത്തിരിക്കണ്. ഡോഗ്സിന് അത്യാവശ്യം നല്ല 40,000 20,000 ഡോഗ്സ് എല്ലാം വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോസ് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ടല്ലോ ബ്ലം ലാബ്സിന്റെ തന്നെ, അതിനും കൊടുക്കുന്നു അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ കൊടുക്കണ ശരിക്കും എന്തായാലും ഇവരെ ടോക്കൺ വരേണ്ടതാണല്ലോ അല്ലേ. നമുക്ക് അവരെന്തായാലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും അതിന്റെ ബാക്കിലായിട്ട് ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ, ഉറപ്പായിട്ടും. അപ്പൊ അത് ബ്ലം ടോക്കൺ ഉറപ്പായിട്ടും ഏകദേശം പ്രതീക്ഷിക്കാം. അതെ, പക്ഷെ അത് വരുമ്പോ എന്തായാലും ഫൈനാൻസ് ലിസ്റ്റിംഗ് ചോറായിരിക്കൂലേ, ഉറപ്പായിരിക്കും. അപ്പൊ ഈ ബ്ലം ഇപ്പൊ കൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും ഇവര് കൊടുക്കാൻ ചാൻസ്, എന്താ ക്രൈറ്റീരിയ വെക്കാണ്? ഇപ്പൊ ബ്ലമ്മിനാണെങ്കിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പോയിന്റ് ഫാം ചെയ്യുന്നുണ്ടല്ലോ.
ഇപ്പൊ എല്ലാവർക്കും 5 ലക്ഷം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും പണിയെടുത്ത് കളിച്ച് കുറെ ഉണ്ടാക്കിന്. അപ്പൊ ഈ പോയിന്റ് ഫാം ചെയ്യുന്ന പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ? അതെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പോയിന്റ് ഫാം ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇതെടുക്കാം, ഒരു ഇതുവരെ ഇറങ്ങിയ ഹിസ്റ്ററി എടുക്കാം. അപ്പോൾ നമ്മുടെ നോട്ട് കോയിൻ ഇറങ്ങി. നോട്ട് കോയിൻ ബേസിക്കലി പോയിന്റ് അടിസ്ഥാനത്തിൽ തന്നെ കൊടുത്തത്. പക്ഷെ അപ്പൊ എന്താ യൂസേഴ്സ് ഇല്ല. ഇനീഷ്യൽ പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന് യൂസേഴ്സ് ഇല്ല, കുറവാണ്. അപ്പൊ അവരൊരു ഏകദേശം ഒരാൾക്ക് $100 എന്നുള്ള കണക്ക് തന്നെ എല്ലാവർക്കും എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇനീഷ്യലി വന്നവർക്കൊക്കെ നല്ല രീതി കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിനെ വെട്ടിക്കാനായിട്ട് നമ്മുടെ ഡോഗ്സ് വന്നു. ഡോഗ്സിനകത്ത് ക്ലിക്കർ പോലും ഇല്ല, ഒരു രീതിയിലും പോയിന്റ് ഉണ്ടാക്കില്ല. അവരെന്താ അതും കൂടെ ഈ അതൊരു ഏജ് വെച്ചിട്ട് മാത്രം വെച്ചിട്ട് വേറെ ഗെയിം പ്ലേ ഒന്നും ഇല്ല, ഒരു രീതിയിൽ അങ്ങനെയൊന്നും വന്നില്ല. ഡോഗ്സും കൂടെ വന്നപ്പോ പിന്നെ ആൾക്കാര് ഇങ്ങോട്ട് മറ്റേ തേനുമ്പോ വരുന്ന പോലെ ഫുള്ള് എയർ ഡ്രോപ്പിലേക്ക് കൊണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മറ്റേ കാറ്റിസനൊക്കെ വന്നു. കാറ്റിസൻ ആണെങ്കിൽ പറയുവാണെങ്കിൽ നമുക്ക് ഓർമ്മയില്ല, മറ്റേ പൂച്ചനെ കൂട്ടിച്ചേർക്കുക. അത് തന്നെ, മറ്റേ എന്റെ ലെവൽ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്താണല്ലോ ആൾക്കാർ കുറെ ലെവൽ എത്തിച്ചു. പക്ഷെ അതിനൊന്നും ഒരു വലിയ അർത്ഥം കൊടുത്തില്ല. മെയിനായിട്ട് അവര് ഫോക്കസ് ചെയ്യുമ്പം അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്തവര് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഇത് കൊടുത്തത്. പിന്നെ ഇപ്പൊ പറയേണ്ട പ്രോജക്ട് ഏതാണ്? അതിന് പുറകെ ഹാംസ്റ്റർ വന്നു. ഹാംസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാലോ, അല്ല അത് ഡ്രോപ്പ് കൊടുത്ത പോട്ടെ. ഹാംസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി യൂസർ ഇൻഫ്ലക്സ്. FDVയിൽ ഇറങ്ങിയിട്ട് ഇടിഞ്ഞ് മണ്ണിന്റെ അടിയിൽ പോയി 2 വരെറ്റും പോയി. 008 ഇറങ്ങിയിട്ട് 002 വരെ പോയിട്ട് പിന്നെ തിരിച്ചിറക്കാം. എന്നിട്ട് എന്താണ് ഇപ്പൊ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ വന്നില്ലേ, അപ്പൊ യൂസേഴ്സിന്റെ എണ്ണം കൂടി. പക്ഷെ ആ ഒരു ഡിമാൻഡ് കീപ്പ് ചെയ്യണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുസരിച്ചുള്ള ഫണ്ട് കൊടുക്കണ്ടേ. അപ്പൊ ഇത്രയും പേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ട് ഇല്ല. ഒരു പ്രോജക്റ്റും അങ്ങനെ നമുക്ക് ഫണ്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ ബാക്കിയിട്ട് നടന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഹാംസ്റ്റർ കൊണ്ട് എന്താ സംഭവിച്ചതെന്ന്. കുറെ പേർക്ക് കിട്ടിയില്ല, കുറെ ഇൻഫ്ലുവൻസേഴ്സിന് നല്ലപോലെ വാരിക്കോരി കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഇനി വന്ന പ്രോജക്ട് ഏതാണ്? മേജർ അൺനോൺ ക്രൈറ്റീരിയ. പക്ഷെ അതിനകത്ത് മെയിൻ ആയിട്ട് എനിക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ക്വാഡ് തുടങ്ങുന്നത്. നമുക്കിപ്പം ഒരു സ്ക്വാഡ് ലീഡർ, നമ്മളൊരു സാധാരണ സ്ക്വാഡ് തുടങ്ങിയിട്ട് 2-3 ഇൻവൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ആൾക്കാർ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു 200 ടോക്കൺ വെച്ച് ചുമ്മാ കൊടുത്തു. എല്ലാവർക്കും ട്രാൻസാക്ഷൻ ചെയ്തവർക്ക് കൊടുത്തു. ഇപ്പൊ എന്റെ കേസ് തന്നെ എടുത്തു. ഞാനാണെങ്കിൽ മേജർ തുടങ്ങിയിട്ട് വിട്ടുപോയി. ഞാൻ വിട്ടു. എനിക്ക് ബാക്കിയുള്ള ഈ പരിപാടികളും കാര്യങ്ങളും പിന്നെ ട്രേഡ് ബാക്കിയുള്ള കാര്യങ്ങളും കോളേജിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ആണല്ലോ എല്ലാം. കാരണം ഞാൻ മറ്റേ അതിൽ നിന്ന് അങ്ങ് വിട്ടുമാറി. കുറച്ച് നാളത്തെ ക്രിപ്റ്റോ അങ്ങോട്ട് ആ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടുമാറിയായിരുന്നു. പിന്നെ നമ്മളെ പോഡ്കാസ്റ്റ് എടുക്കാണ്ടായല്ലോ. അതെ, ആ സമയത്തേക്ക്. അപ്പൊ അത് കാരണം മേജർ എനിക്ക് ഒത്തിരി കളിക്കാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് വലിയ പോയിന്റ്സ് ഒന്നും ഇല്ല. എനിക്ക് ജസ്റ്റ് ഏകദേശം ഒരു 120K ആ റേഞ്ചിൽ ഇവിടെ നിൽക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പോയിന്റിന്റെ കാര്യത്തിൽ ഞാൻ നല്ല താഴെയാ. പക്ഷെ എനിക്ക് ട്രാൻസാക്ഷൻ ഉണ്ട്. ടെലഗ്രാം പ്രീമിയം ട്രാൻസാക്ഷൻ സ്റ്റാർ വെച്ചിട്ട് ആദ്യം കുറെ മേടിച്ചായിരുന്നു. അപ്പോ അങ്ങനെ ഒരു $10-20 ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വലിയ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. $20 ട്രാൻസാക്ഷൻ ഞാൻ ചെയ്തു. അപ്പൊ എനിക്ക് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അലൊക്കേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു 68 ടോക്കൺ കിട്ടി. മതി. ആ സമയത്ത് പ്രീ മാർക്കറ്റ് വില വിൽക്കുവാണെങ്കിൽ $120 അപ്പോ അത് പറയുള്ളൂ. കാരണം പോയിന്റിന് അവിടെ അത്ര വലിയ പ്രാധാന്യമില്ല. പിന്നെ ഇത് തുടങ്ങിയവർക്ക്, സ്ക്വാഡ് തുടങ്ങിയവർക്ക് അവർ വാരിക്കോരി കൊടുത്തു. തുടങ്ങിയവർക്ക്, ലീഡേഴ്സിന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പം ഒരു പോയിന്റ് വൈസ് മാത്രം നമ്മളൊരു ഇത് കൊടുക്കരുത്. ഇപ്പൊ അറിയാം, ആൾക്കാർക്കറിയാം എല്ലായിടത്തും ഫണ്ട് വേണമെന്ന് നിർബന്ധമില്ല ട്രാൻസാക്ഷൻ ചെയ്യാം. ഇപ്പൊ ബ്ലം ആണെങ്കിലും വലിയ ഫണ്ട് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓറിയന്റഡ് അല്ലെന്ന് തോന്നുന്നു. ട്രാൻസാക്ഷൻ എന്തെങ്കിലും കൊടുക്കും. ട്രാൻസാക്ഷൻ എന്തെങ്കിലും കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഷുവർ കാര്യമാണ്. എല്ലാവരും അങ്ങനെയാണല്ലോ. ഒരു പ്രൊജക്റ്റിനകത്ത് മോണിറ്റർ ആയിട്ട് അത് മാത്രമായിരിക്കത്തില്ല. മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പോയിന്റ് ഒരു കാര്യമാണ്. പക്ഷെ അത് വലിയ ട്രാൻസാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അവരുടെ തന്നെ ഒരു ഇതുണ്ടല്ലോ, മീം പാഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഗ്രേറ്റ് ഇൻകം സോഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് അവരിപ്പോ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് അവരൊരു പ്രൊജക്ട് റെഡി ആയി കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ററാക്ട് ചെയ്യുന്നവർക്കായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുക. കാരണം ഒരു ക്രിപ്റ്റോ ഏരിയയിലേക്ക് നമുക്ക് ആദ്യം ചെറിയൊരു ഫണ്ട് ഇടേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. കുറച്ച് പൈസ ഇറക്കണം. അതെ, എന്ന് വെച്ച് കഴിയുമ്പോൾ ചില മീൻ കോയിൻസ് ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ കയ്യിൽ ആരെങ്കിലും ഡോഗ്സ് ഉണ്ട്, ഇപ്പം നോട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ ചെയ്യുക. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഇപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പിച്ചൊരു ഡ്രോപ്പ് കിട്ടുമെന്ന് പറയാൻ പറ്റും. എല്ലാം ചെയ്തേനെ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുന്നുള്ള. പിന്നെ സിബിൽ വിടാതെ നോക്കുക. അതെ, മൾട്ടി അക്കൗണ്ട് ഓക്കെ ഒഴിവാക്കുവാണെങ്കിൽ ഒഴിവാക്കുക. അപ്പൊ പിന്നെ പിടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രോപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.